വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി മുത്തങ്ങ വനത്തിലൂടെ ഒരു യാത്ര പോകാം. കാടിനെയും കാട്ടുമൃഗങ്ങളെയും കണ്ട് ആസ്വദിച്ച് 344.44 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള വയനാട് വന്യജീവി സങ്കേതം കാണാൻ എത്തുന്ന വിനോദസഞ്ചാരികളോടാണ്. വിനോദത്തോടൊപ്പം കാഴ്ചകൾ അതിസുന്ദരമാക്കാൻ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തത കൂടിയുണ്ടായാൽ അത് പരിപൂർണമാകും. വിവിധതരം വന്യജീവികൾ, ഓരോന്നിനുമുണ്ട് ഓരോ പ്രത്യേകതകൾ. വിവിധയിനം സസ്യജാലങ്ങൾ, മനുഷ്യൻ്റെ ഓരോ കാലഘട്ടത്തിൻ്റെയും മാറ്റങ്ങൾ, വൈവിധ്യങ്ങളുടെ കലവറയാണ് വന്യജീവി സങ്കേതം. മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ പഠനമുറിയിലേക്കാണ് ആദ്യം കയറി ചെല്ലേണ്ടത്. വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പ്രൗഢഗംഭീരനായ സ്റ്റഫ് ചെയ്ത കടുവ നമ്മളെ വരവേൽക്കും. ഇനിയുമുണ്ട് സവിശേഷതകൾ. പ്രകൃതി പഠനത്തിന് വേണ്ടിയുള്ള ഒരു സെൻ്ററാണിത്. ഈ പ്രകൃതിയെ പറ്റിയുള്ള കാര്യങ്ങൾ, ഈ വന്യജീവികൾ ആവാസ വ്യവസ്ഥകളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അവർക്കൊരു അറിവ് നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അങ്ങനെ ഇവിടെ കാടിൻ്റെ അകത്തേക്ക് പോകാത്ത ടൂറിസ്റ്റുകളും അല്ലാത്ത ആളുകളൊക്കെ ഇവിടെ പഠനത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ട് കുറേ സ്കൂളിലെ കുട്ടികൾ പഠനത്തിൻ്റെ ആവശ്യത്തിനായിട്ട് വരുന്നുണ്ട്. നിവർന്നു നിന്ന് നോക്കുന്ന കരടി, പുലി, തേനീച്ചകൾ, പിന്നെ വന്യജീവി മനുഷ്യ സംഘർഷം ഒഴിവാക്കാനായി സർക്കാർ സ്വീകരിച്ച നടപടികൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കണ്ടറിയാനും ആസ്വദിക്കാനും സാധിക്കുന്ന ഇടം. മുത്തങ്ങ ഇൻ്റർപ്രിട്ടേഷൻ റൂം സന്ദർശിക്കാൻ മറക്കരുത് വയനാട്ടിലേക്കുള്ള സഞ്ചാരികൾ. വയനാട്ടിലെ വന്യജീവികളെക്കുറിച്ച് മാത്രമല്ല, ഗോത്രവർഗ സമൂഹത്തെക്കുറിച്ചും അവരുടെ ജീവിത രീതികളെക്കുറിച്ചും അടക്കം പഠിച്ചിറങ്ങാൻ ഏറ്റവും പ്രയോജനപ്രദമായ ഇടം കൂടിയാണിത്. ഇൻ്റർപ്രിട്ടേഷൻ സെൻ്ററിൽ നിന്നും പി വി ജോഷില.